ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നല്ലൊരു കാര്യമാണ്, രസകരമായൊരു കാര്യം. നമ്മുടെ ഫിലോഡാൽഫിയ ഫിലോഡാൽഫിയ ആണോ ഇനി ഡിലോകാൽഫിയ ആണോ എന്തൊരു ഡിങ്കോഡാൽഫിയ എന്നറിയാൻ വയ്യ, എന്തോ ഒരു പ്രസ്ഥാനമൊക്കെ രൂപീകരിച്ചിട്ട് പിന്നെ നാട്ടുകാരെ വന്നിട്ട് ഉപദേശിച്ചുകൊണ്ടിരുന്ന ഒരു ഭാര്യയും ഭർത്താവും, ഒരു 10-40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു യുവാവും ഒരു യുവതിയും. അവർ ഈ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹത്തെക്കുറിച്ചും ഈ ഭാര്യാഭർത്താക്കന്മാരാകുമ്പോൾ എങ്ങനെ ഒത്തൊരുമയോടെ പോകണം. നിങ്ങൾ ആ യുവതി പറയുന്ന ഒരു വീഡിയോയിൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ, നര വീണിട്ടുണ്ടോ, ചുളിവ് വീണിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ, ഒരു മുത്തം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ആ യുവതിയെ പറയുകയും ഭാര്യയും ഭർത്താവും രണ്ടുപേരും അങ്ങ് മാറിയും തിരിഞ്ഞൊക്കെ ഉപദേശമായിരുന്നു. ഉപദേശിച്ച് ഇപ്പം ഇന്നലെ ഒരു വാർത്ത വന്ന് എന്താന്ന് വെച്ചാൽ, ഒരു 9 മാസമായിട്ട് എവരടിച്ച് പിരിഞ്ഞ് വേറെയാ. ഈ യുവതി വീണ്ടും ഇതെങ്ങനെയെങ്കിലും ഒരു പിന്നെ സ്വരച്ചേർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് അയാളെ കാണാൻ പോയപ്പോൾ അയാൾ TV-യുടെ സെഡോ ബോക്സ്, വുഡൻ ബോക്സ് എടുത്ത് തലക്കടിച്ചെന്നും പിന്നെ കയ്യിലൊക്കെ കടിച്ചു മുറിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. എന്തായാലും പോലീസ് കേസൊക്കെ ആയി. അങ്ങനെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ വാർത്ത വന്നു. എനിക്കിത് കണ്ടിട്ടൊരു കാര്യം പറയാനുള്ളത്, ശ്രീനാരായണ ഗുരുദേവൻ പണ്ട് ഒരു കൊച്ചുകുട്ടിയെ മധുരം കഴിക്കരുതെന്ന് ഉപദേശിച്ചൊരു കഥയുണ്ട്. അതായത് ഒരു കൊച്ചുകുട്ടി ഭയങ്കര മധുരം തീറ്റിയാണ്, ശർക്കര, കരിപ്പോട്ടി, അന്നൊക്കെ അത്രയല്ലേ ഉള്ളു, വീട്ടിലുള്ള പഞ്ചസാര ഇതൊക്കെ തട്ടിയിട്ട് തിന്നുക എന്നുള്ളതാണ് അവൻ്റെ. പക്ഷെ അവന് ശ്രീനാരായണ ഗുരുദേവനോട് ഭയങ്കര ഭക്തിയും ബഹുമാനമൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ, മോനെ നീ മധുരം കഴിക്കരുതെന്നൊന്ന് പറഞ്ഞാൽ യമൻ അത് അനുസരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കൊച്ചുകുട്ടിയുടെ അച്ഛനും അമ്മയും അവനെയും കൊണ്ട് ഗുരുദേവൻ്റെ അടുത്തെത്തി. അപ്പം ഗുരുദേവൻ പറഞ്ഞു, ശരി ഞാൻ അവനെ ഉപദേശിക്കാം, പക്ഷെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നപ്പം ഇദ്ദേഹം അവനെ എടുത്ത് മടിയിലിരുത്തിയിട്ട് പറഞ്ഞു, മോനെ ഈ മധുരം അധികം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് കേടാ, അതുകൊണ്ട് മോൻ ഇനി തൊട്ട് അച്ഛനും അമ്മയും തരുന്നതല്ലാതെ ഒന്ന് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ അംഗീകരിച്ചു. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഈ കുട്ടിയുടെ അച്ഛൻ ഗുരുദേവനോട് ചോദിച്ചു, സ്വാമി കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴേ എന്തുകൊണ്ടാണ് ഇതുപോലെ പറയാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഗുരുദേവൻ പറഞ്ഞു, എനിക്ക് ശർക്കര തിന്നുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഞാനത് നിർത്താനായിട്ട് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ നിർത്തി, ഇപ്പോൾ ഒരാഴ്ചയായിട്ടും പിന്നെ തൊട്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന്, ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ. ഈ ദമ്പതികൾ ഈ ദൈവസ്നേഹത്തെക്കുറിച്ചും ദമ്പതികളിലെ ഐക്യത്തെക്കുറിച്ചുമൊക്കെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നവർ അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു. ഉപദേശം എന്ന് പറയുന്നത് ആർക്കും ആരെയും ഉപദേശിക്കാം, സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രയോഗിച്ച് വിജയിച്ച ഒരു സംഗതി, എങ്ങനെ ഭാര്യയുമായിട്ട് വഴക്ക് കൂടാതിരിക്കാം എന്നുള്ളതും കൂടെ ഞാനങ്ങ് പങ്കുവച്ചേക്കാം. അതായത് പണ്ട് ജപ്പാനിൽ നടന്ന ഒരു ചടങ്ങിൽ ഒരു പ്രായമുള്ള ദമ്പതിമാർ, അവർ ജീവിതത്തിൽ വഴക്കിട്ടിട്ടേയില്ല, ആരും കണ്ടിട്ടില്ല, അയൽവാസികൾ ആരും കണ്ടിട്ടില്ല അവർ പരസ്പരം വഴക്ക് കൂടുന്നത്. ഇപ്പോൾ ഇവർക്ക് കുറേ പ്രായമായി, 90 വയസ്സായി. അവരെ വിളിച്ച്, നാട്ടുകാരെല്ലാം കൂടെ വിളിച്ച് അനുമോദിച്ച്, നിങ്ങൾ ഇത്രയും നാളായിട്ട് വിജയകരമായിട്ട് ജീവിക്കുകയാണല്ലോ, ഒരു വഴക്കും ഞങ്ങളാരും കണ്ടിട്ടില്ല, എന്താണ് ആ വിജയ രഹസ്യം എന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ്, ഇത് വളരെ സിമ്പിളാണ്, നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ കൂടെ വീട്ടിൽ ചെന്ന് നോക്കി, വീട് തുറന്നകത്ത് കയറിയതും മുറികളിലെല്ലാം 100 കണക്കിന് പാവകളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, തുണി കൊണ്ട് നെയ്തുണ്ടാക്കിയിരിക്കുന്ന പാവകളാണ്. അപ്പോൾ ആളുകൾ അന്വേഷിച്ചു, എന്താ ഇത്രയും അങ്ങ് പാവകളെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ വിജയരഹസ്യം. അതായത് ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ മറ്റേയാൾ പോയി പാവയുണ്ടാക്കാൻ തുടങ്ങും, കുറച്ച് കഴിയുമ്പോൾ ഈ ദേഷ്യം അങ്ങ് നടക്കും. അപ്പോൾ ഇതുപോലെ ഭാര്യയും ഭർത്താവും മാറിയും തിരിഞ്ഞും ഉണ്ടാക്കിയ പാവകളായി ഇരിക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ, ഭാര്യയ്ക്കോ ഭർത്താവിനോ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭർത്താവിനാണ് ദേഷ്യം വരുന്നതെങ്കിൽ ഭാര്യ മിണ്ടാതിരിക്കണം. ഈ ദേഷ്യം എന്ന് പറയുന്നത് അധികം നേരം നീണ്ടു നിൽക്കുകയില്ല, കുറേ കഴിയുമ്പോൾ അങ്ങ് തണുക്കും.
അപ്പം പോയിട്ട് സംസാരിക്കണം. അല്ലാതെ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേയാളും ദേഷ്യപ്പെടാൻ തുടങ്ങിയാലാണ് പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. ഇതെല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സുപ്രഭാതം.